യേശു 12 അടി ഉയരമുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം 6 അടിയും 7 അടിയും 7.5 അടിയും 8 അടിയും വരെ ഉയരമുണ്ടായിരുന്നുള്ളൂ. യേശു മദ്യപിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ പല കലഹങ്ങളും ഉണ്ടാക്കും. സഹോദര സഹോദരികളോടും സഹോദര സഹോദരന്മാരോടും അവരുടെ ഭാര്യ മക്കളോടും മറ്റും യേശുവിനോട് സംസാരത്തിലും അക്രമത്തിലും വിജയിക്കുവാൻ കഴിയുകയില്ല. യേശുവിനോട് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വലിയ വെറുപ്പും ദേഷ്യവും ഉണ്ട്. ഒന്നും പറയാൻ പറ്റുകയില്ല. പറയുന്നവരെ അവർ കഠിനമായി മർദ്ദിക്കും. മർദ്ദിക്കുന്നവരെ മർദ്ദിക്കരുത് എന്ന് പറഞ്ഞ് തടുക്കാൻ ഒരു മനുഷ്യനും ഇല്ല. യേശുവിൻ്റെ ജോലി ജോസി ഗവർണർക്ക് മദ്യവും സ്ത്രീകളെയും കൊണ്ടുപോയി കൊടുക്കലാണ്. ക്രിസ്തു ശിഫായിയുമാണ്. യേശുവിൻ്റെ പരാക്രമങ്ങൾക്കിരയായി കുടുംബങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ്. ആ സമയം യേശുവിൻ്റെ സഹോദരന്മാർ കണ്ട തന്ത്രം യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒഴിഞ്ഞ ഭാഗത്ത് പോയി മദ്യവും മയക്കുമരുന്നും കൊടുത്ത് മയക്കി കൈകാൽ കെട്ടി മർദ്ദിച്ചു തല്ലിക്കൊന്ന് കുരിശിൽ തറച്ചു കയറ്റി. യേശുവിൻ്റെ പിതാവായ ക്രിസ്തുവും മറിയയും നിലവിളിച്ചു കരഞ്ഞു. ആ സമയം സഹോദരി മക്കൾ വന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവായ ക്രിസ്തു ദൈവമേ, ഞങ്ങൾ ഈശയെന്ന് കരുതി അറിയാതെ കൊല തെറ്റുകൾ ചെയ്തു. പാപികളായ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. യേശുവിന് പിതാവും ഉണ്ട്, മാതാവും ഉള്ളതുപോലെ തന്നെ മറിയയുടെ കുടുംബ സഹോദരനാണ്. അച്ഛൻ പുരോഹിതന്മാർ ഉള്ളതിനെ ഇല്ലാതാക്കി പറയുകയും ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുകയും ചെയ്ത് പാവപ്പെട്ട മനുഷ്യരെ ചതിവഞ്ചന ചെയ്യുകയാണ്. ഇല്ലാതിനെ ഉണ്ടാക്കി പറഞ്ഞും ഉള്ളതിനെ ഇല്ലാതാക്കി പറഞ്ഞും ക്രിസ്തു പുരാതന ഗ്രന്ഥങ്ങളും തങ്ങൾ മൗര്യകൾ പറയുന്നു, മുഹമ്മദ് നബിയെ അല്ല നബിയാക്കിയത്. മുഹമ്മദ് ദുല്ലിയുടെയും ആമിയുടെയും മകനാണ്. ആമിയും ദുല്ലിയും ചെറുപ്രായത്തിൽ മരണപ്പെട്ടു. അനാഥയായും മുഹമ്മദ് വളർന്നു. കൂട്ടുകാരോടൊപ്പം ചേർന്ന് മുഹമ്മദ് അന്ന് മക്കക്കാരിൽ ഏറ്റവും കൂടുതൽ 10 അടി ഉയരവും അതിനൊത്ത വണ്ണവും ഉള്ള മനുഷ്യനാണ്. മറ്റുള്ളവരെല്ലാം 6 അടിയും 7 അടിയും ഉയരമുള്ള മുഹമ്മദ് അനാഥയായി എല്ലാ അനീതികളും ചെയ്ത് അക്രമങ്ങളിൽ കൂടിയാണ് വളർന്നത്. മുഹമ്മദിനെ നൂഹ് നബിയുടെ പേരമക്കളായ നബി കുടുംബങ്ങളോടും മുസ്ലിമിനോടും കൂടുതൽ ദേഷ്യമാണ്. മുസ്ലിമീങ്ങളെ പല വിധത്തിലും ആക്രമിക്കും. മുസ്ലിമീങ്ങളെ കൊള്ളയും കൊലയും ചെയ്ത് അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കി മുസ്ലിമീങ്ങളോട് പറയും, ഞാനാണ് നബി, എനിക്കാണ് നിസ്കരിക്കേണ്ടത്, നീ നബിയല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയും. അത്രക്കാരെ കൊണ്ട് മുഹമ്മദിൻ്റെ പിന്തുവാരത്തിൻ്റെ നമസ്കാരം ചെയ്യിപ്പിച്ച് പല ആക്രമങ്ങളും ചെയ്യും. അതുപോലെ ജൂത സ്ത്രീ പുരുഷന്മാരോടും വായിൽ മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും അടക്കമുള്ള അക്രമങ്ങൾ ചെയ്തുകൊണ്ട് മർദ്ദിക്കും. അന്ന് മുഹമ്മദ് സംഘവും ചെയ്ത അക്രമങ്ങൾക്ക് പകരമാണ് ഇന്നും ജൂത സ്ത്രീ പുരുഷന്മാർ മുഹമ്മദിനെ നബിയാക്കി പറയാവുന്നവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജൂതന്മാരും ക്രിസ്തുവരായ ക്രിസ്തുവരും മുസ്ലിമിൻ്റെ പേരുകൾ പറഞ്ഞ് മുഹമ്മദ് ചെയ്ത പോലെ ചെയ്യിപ്പിക്കുന്നവരാണ്.
ജൂതക്രിസ്തുവരും ആക്രമിക്കുന്നത്. തങ്ങൾ മൗലവികൾ യഥാർത്ഥ അള്ളാഹ് നബിയെ നിഷേധിച്ച് പിശാചിനെ അള്ളാഹ് നബിയാക്കിയും കൊള്ളക്കാരനെ നബിയാക്കിയും പറഞ്ഞുകൊണ്ട് എല്ലാ അനീതികളും ചെയ്യുന്നത്. ഇത്രയും അക്രമങ്ങൾ ചെയ്യുന്നത് മുമ്പ് കാലത്തുള്ള കൊള്ളക്കാരെയും കൊലകാരെയുമാണ്. ഇന്ന് പരമത ദൈവങ്ങളാക്കി അവരെ വാഴ്ത്തിയും പൊഴുത്തിയും പറഞ്ഞ് ആരാധിക്കുന്നത് മതപണ്ഡിതന്മാർപ്പെട്ട സ്വാമി പൂജാരികളും അച്ഛൻ പുരോഹിതന്മാരും തങ്ങൾ മൗലികളും പരമത സമുദായ ഗോത്രവർഗ സംഘടനയുണ്ടാക്കി ഗോത്രവർഗം വ്യക്തിവൈരാഗ്യം പഠിപ്പിച്ച് മനുഷ്യവംശങ്ങൾ സ്വന്തം സഹോദര സഹോദരികളെ കണ്ടുകഴിഞ്ഞാൽ കടിച്ചു തിന്നണം എന്ന കഠിന ദേഷ്യത്തിലായി കഴിഞ്ഞു സർവരും. ഇന്ന് ലോകത്തിൽ ജാതി മത വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അങ്ങും ഇങ്ങും കൊല ചെയ്യുന്നവരിൽ 10,000-ത്തിലധികം മനുഷ്യർ മരണപ്പെടുന്നു. മതപണ്ഡിതന്മാർ 1000 കള്ളക്കഥകളും കളവുകളും പറഞ്ഞ് മനുഷ്യരെ ദുഷ്ടന്മാരാക്കി ആക്രമങ്ങൾ ചെയ്യിപ്പിച്ച് തങ്ങൾ മൗലവികളും അച്ഛൻ പുരോഹിതന്മാരും സ്വാമി പൂജാരികളും പല മത ദൈവാലയങ്ങളുടെ അകത്ത് സുഖമായി ജീവിക്കുന്നു. പാവപ്പെട്ടവർ അങ്ങും ഇങ്ങും തല്ലുമടിയും കൊണ്ട് കൈകാൽ ഒടിഞ്ഞു സമ്പത്തുകൾ നഷ്ടപ്പെട്ട് പട്ടിണിക്കിരയായി തെണ്ടി നടക്കുന്നവർ പല കോടികളാണ്. മതപണ്ഡിതന്മാരെ പല മത സമുദായ സംഘടനയുണ്ടാക്കി ഒന്നിനും പറ്റാത്തതും ഒരു കഴിവും ഇല്ലാത്തതും വിഗ്രഹ കുരിശ് ബുദ്ധി മൺകുമ്പാരങ്ങളെയും മറ്റും ആരാധിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യരെ കള്ളക്കഥകൾ പറഞ്ഞ് കള്ളക്കഥകളിൽ കൂടി ചതിവഞ്ചന ചെയ്യാൻ ആരാണ് തീരുമാനിച്ചത്? മനുഷ്യവംശങ്ങളോടും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പല രൂപാന്തരം ചെയ്യാൻ വേണ്ടി ജാതി മത അക്രമങ്ങൾ ചെയ്യാൻ ആരാണ് പറഞ്ഞത് എന്ന് മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരോടും ചോദിക്കുക. എത്ര കോടി പണം ചെലവുള്ള അമ്പലങ്ങളും കാവുകളും ബുദ്ധാരാധനകളും മന്ദിരങ്ങളും മക്ബറകളും പള്ളികളും മദ്രസകളും ചർച്ചുകളും കുരിശു ഗോപുരങ്ങളും കുരിശി പള്ളികളുമാണ്. ഇവകളിൽ എന്താണ് നടക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസത്തെ പല വിഗ്രഹ രൂപാരാധനകളാണ്. ഇത്രയും മതദേവാലയങ്ങളിലാണ് മനുഷ്യരുടെ ശത്രുക്കളായ ഭൂതപ്പേയ് മായാമോഹിനി പിശാചുക്കളെ വളർത്തുന്നത്. പല മതപണ്ഡിതന്മാർ മനുഷ്യവംശങ്ങളെ മാറ്റുമാരണവും ചെയ്ത് ചതിക്കാൻ വേണ്ടിയാണ്. എത്ര കോടി മനുഷ്യരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും തെണ്ടി നടക്കുന്നവർ, കിടക്കാൻ ഇടമില്ലാതെ ചുറ്റി നടക്കുന്നവർ മതപണ്ഡിതന്മാരുടെ സമുദായ ഗോത്രവർഗ സ്നേഹം മനുഷ്യരെ ചതിവഞ്ചന ചെയ്യാനാണ്. മതപണ്ഡിതന്മാരുടെ ചിരിച്ച് കളിച്ചു ആത്മാർത്ഥതയുടെയും പേരുകൾ പറഞ്ഞ് അന്ധവിശ്വാസത്തിൽ കൂടി ആത്മാർത്ഥതയോടെ ചതിവഞ്ചനം ചെയ്ത് പുലിയുടെ കൂട്ടിലേക്ക് ഇരയാക്കി ജീവനുള്ള മൃഗങ്ങളെ ഇട്ടുകൊടുക്കുന്നത് പോലെ വിശന്ന് കിടക്കുന്ന പട്ടിയുടെ കൂട്ടിലേക്ക് കോഴിയെ ഇട്ടുകൊടുക്കുന്നത് പോലെയും വല്ലാക്കാട് മാട് ഒട്ടകങ്ങളെ ചിരിച്ച് അറുക്കുന്നത് പോലെയും പൂച്ചയുടെ മുന്നിലേക്ക് എലിയെ പിടിച്ചിട്ട് കൊടുക്കുന്നത് പോലെയും മതപണ്ഡിതന്മാർ സേവിച്ച് വളർത്തുന്ന പിശാചുക്കൾക്ക് മനുഷ്യരെ ഇരയാക്കി കൊടുക്കുകയാണ്. മതപണ്ഡിതന്മാരുടെയും പിശാചുക്കളുടെയും ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആരാധന പ്രാർത്ഥനാ പ്രവൃത്തികൾ സത്യം ഉപദേശം ചെയ്യണം. മതപണ്ഡിതന്മാർ എല്ലാ കളവുകളും കള്ളക്കഥകളും തന്ത്രമന്ത്രങ്ങളും ഉപയോഗിച്ച് സത്യമുപദേശം ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാ ചതിവഞ്ചനകളും അക്രമങ്ങളും ചെയ്യും. മതപണ്ഡിതന്മാരെ ഭയന്നുകൊണ്ട് സത്യോപദേശം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. വലിയ നിന്നീത്തവസരത്തിൽ നിന്നോട് സത്യോപദേശം ചെയ്യാൻ പറഞ്ഞത് കേൾക്കാതെ പല മതപണ്ഡിതന്മാർ പറയുന്നത് കേട്ട് പല രൂപാന്തരങ്ങൾ ചെയ്തും
പ്രത്യേകമായും തങ്ങൾ മൗര്യകൾ പറയുന്നത് പോലെ 100 വർഷത്തേക്കുള്ളതും പ്രത്യേകമായും 300 വർഷത്തേക്കുള്ളതും കൂടുതലുമായും 3 പ്രാവശ്യം ചെയ്തു. മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിച്ചതല്ല, നിന്നെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ചില്ലേ? നീ ചെയ്തത് തെറ്റാണെന്ന് നീ പല മതപണ്ഡിതന്മാർ പല രൂപാന്തരം ചെയ്യിപ്പിക്കുന്നത് തെറ്റാണെന്നും തെളിവുകളോടെ പഠിപ്പിച്ചു. പല രൂപങ്ങളെ ആരാധിച്ചതിനു പകരം പല രൂപങ്ങളെ കൊണ്ട് ശിക്ഷകൾ നൽകി. തങ്ങൾ മൗലവികളുടെ പിന്തുവാരത്തിന് നിസ്കരിച്ചതിന് പല ഇനം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കാഷ്ടവും മൂത്രവും കൂട്ടിത്തളച്ചു മറിയുന്നതും കഠിന ചൂടും ദുർഗന്ധമുള്ള ആസിഡ് വെള്ളത്തിലിട്ട് നിന്നെ കഠിനമായി ശിക്ഷിച്ചു. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നെ സ്തുതിച്ച് വണങ്ങി നിസ്കരിച്ചു. നിന്നെ 10,000 നോമ്പിലും 1000 തപസ്സിലും 1000 കഠിന ശിക്ഷകളോടെ സത്യം പഠിപ്പിച്ചു. അതിൽ ഒരു ശിക്ഷയാണ് ഇവകൾ. പല മതരൂപാന്തരം ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക എന്ന് നിന്നെ തെളിവുകളോടെ അനുഭവത്തിൽ പഠിപ്പിച്ചുകൊണ്ടാണ് ഉപദേശം ചെയ്യിപ്പിക്കുന്നത്. മതപണ്ഡിതന്മാർ എന്നെ കളിയാക്കി പുച്ഛിച്ച് ധിക്കരിച്ചുകൊണ്ടാണ് പല മതരൂപാന്തരം ചെയ്യിപ്പിക്കുന്നത്. മതപണ്ഡിതന്മാരുടെ ആവശ്യം ജോലികൾ ചെയ്യാതെയും അധ്വാനിക്കാതെയും കാറ്റും വെയിലും കൊള്ളാതെയും സുഖമായി ജീവിക്കലാണ്. അതിനു വേണ്ടി മനുഷ്യരെ പല കളവുകളും പറഞ്ഞ് പിശാചുക്കളെ കൊണ്ട് മാട്ടുമാരണം ചെയ്ത് ചതിക്കുകയാണ്. മനുഷ്യരോട് പറയുക, മതപണ്ഡിതന്മാരുടെ കള്ളക്കഥകൾ കേട്ട് ഗ്രന്ഥങ്ങൾ പഠിച്ചും ജാതിമത വ്യക്തിവൈരാഗ്യത്തിൽ പല രൂപാന്തരം ചെയ്യാൻ വേണ്ടിയും സ്വന്തം സഹോദരികളെ കൊള്ളയും കൊലയും ചെയ്യരുത് എന്ന് പറയുക. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനുമായി ഈ പ്രപഞ്ച ശക്തിനെ മാത്രം സ്തുതിച്ച് നമസ്കരിക്കാൻ പറയുക. പ്രത്യേകമായും മുസ്ലിമീങ്ങളുടെ പേരുകൾ പറഞ്ഞ് തങ്ങൾ മൗലവികൾ പല ഇനങ്ങളുടെ എല്ലും പല്ലും നഖവും രോമവും കൊണ്ടുവന്ന് 1500 കൊല്ലം മുമ്പ് അറബ് നാട്ടിൽ മരണപ്പെട്ട നബിയുടേതാണെന്ന് പറഞ്ഞ് പല കള്ളക്കഥകളിലും ചതിവഞ്ചനം ചെയ്യുന്നു. ഇത്രയും ഇനങ്ങൾ മുക്കിയ വെള്ളം കുടിച്ചാൽ രോഗം മാറും, നബിയുടെ ശഫാഅത്ത് ലഭിക്കും, നബിയെ കാണും എന്നും മറ്റും 1000 കള്ളക്കഥകളിൽ കൂടി ഇത്തരം ഇനങ്ങളെ ആരാധിപ്പിക്കുന്നു. അവകൾ മുക്കിയ വെള്ളം കൊടുക്കുന്നു. ഇത്തരം ഇനങ്ങൾ നബിയുടേതാണെന്ന് പറയുന്നത് നബിയുടെയാണോ എന്ന് നല്ലവണ്ണം പരിശോധിക്കാൻ പറയുക. തങ്ങൾ മൗലികൾ പറയുന്നത് അവരുടെ നബിക്ക് നിഴലില്ല, പ്രകാശമാണ് എന്നാണ്. നബിക്ക് നിഴലില്ലെങ്കിൽ നബിയുടെ ശരീരത്തിലുള്ള എല്ലിനും പല്ലിനും നഖത്തിനും രോമത്തിനും മറ്റു ഇനങ്ങൾക്കും നിഴലുണ്ടാവാൻ പാടില്ല. ഇവകളെല്ലാം പ്രകാശമുള്ളതായിരിക്കണം. തങ്ങൾ മൗലികൾ പറയുന്നത് പോലെ അവർ പറയുന്ന നബിയുടേതാണോ ആണെന്ന് പറയുന്ന ഇനങ്ങളെ നല്ലവണ്ണം പരിശോധിക്കാൻ പറയുക. തങ്ങൾ മൗലവികൾ പറയുന്ന കള്ളക്കഥകളും സംസാരങ്ങളും കേട്ട് വിഡ്ഢികളും ഭ്രാന്തന്മാരുമായി ഭ്രാന്ത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ പറയുക. തങ്ങൾ മൗലവികൾ പറയുന്നത് പോലെ അറിയാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ദോഷങ്ങളെ നല്ല പോലെ നോക്കി മനസ്സിലാക്കി ചിന്തിച്ചു കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മനുഷ്യവംശങ്ങളുടെ ഭൂമി ലോകത്തെ ജീവിതം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് ഇത്. ഇത്തരം ജീവിതം മനുഷ്യവംശങ്ങൾക്ക് മരണശേഷം കാലാകാലം വരെ ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കാനാണ്. ഇത്രയും ആവശ്യങ്ങൾ ഇത്രയും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇത്രയും രൂപാന്തരം ചെയ്താൽ ലഭിക്കുകയില്ല. പ്രത്യേകമായും തങ്ങൾ മൗലവികൾ പറയുന്നത് പോലെ ചെയ്താലും ഇഹലോകത്തും പരലോകത്തും ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. കഠിനമായ ശിക്ഷയാണ് പ്രതിഫലം ലഭിക്കുക.
പല മതപണ്ഡിതന്മാരിൽപ്പെട്ടതായ സ്വാമി പൂജാരികളും അച്ഛൻ പുരോഹിതന്മാരും തങ്ങൾ മൗലവികളും എന്താണ് ചെയ്തു പഠിപ്പിക്കുന്നത്? സർവശക്തിനെ അള്ളയാക്കിയും ദൈവമാക്കിയും യേശുക്രിസ്തു ദൈവമാക്കിയും പറഞ്ഞ് പ്രേരിപ്പിച്ച് 1000 കളവിലും കള്ളക്കഥകളിലും കല്ലുമണ്ണ് പേപ്പറിലും മറ്റും ഉണ്ടാക്കിയതും ഒരു കഴിവും ഇല്ലാത്തതും ഒന്നിനും പറ്റാത്തതുമായ രൂപത്തിനെയാണ് ഇത്രയും ദൈവങ്ങളാക്കി പറഞ്ഞ് ആരാധിപ്പിക്കുന്നത്. മനഃശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും പേരുകൾ പറഞ്ഞ് വിശ്വാസം രക്ഷിക്കും എന്ന് പറഞ്ഞ് ഇത്രയും രൂപാരാധന ആരാധിപ്പിച്ച് ഇത്രയും രൂപസങ്കല്പ ഇത്രയും ദൈവരൂപ സങ്കല്പത്തിൽ ഈ പ്രപഞ്ചശക്തിനെ ഉപയോഗിച്ച് ഒന്നിനും പറ്റാത്ത രൂപമാക്കി വിശ്വസിപ്പിച്ച് പുച്ഛിച്ച് തള്ളുന്നു. മനസമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പല രൂപാധന ചെയ്യിപ്പിക്കുന്നത്, രൂപത്തിന് തിരിയും വിളക്കും കത്തിച്ചത് തൊഴുത് പ്രാർത്ഥിക്കുന്നത്, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ പുണ്യവാന്മാരാകുന്നു. ഹിന്ദു ബുദ്ധ മതസ്ഥരാണെങ്കിൽ പല ഇനങ്ങളുടെ കാഷ്ടം ചുട്ട വെണ്ണീർ കൊണ്ട് പൊട്ടിട്ട് ഹിന്ദു പുരാണ കഥകൾ പഠിച്ചാൽ അവൻ പുണ്യവാനായി എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നു. ക്രിസ്തുവാണെങ്കിൽ കുരിശുരൂപത്തിന്മേൽ തിരികത്തിച്ച് വണങ്ങി ബീറോ ബ്രാൻഡിയോ കുടിച്ച് കുരിശുമാല കഴുത്തിലിട്ടാൽ അവർ ശുദ്ധവാനായി. മുസ്ലിമാണെങ്കിൽ മൗലവികളുടെ പിന്ദ്വാരത്തിന്മേൽ നിസ്കരിച്ച് കല്ലുമോതിരം കയ്യിലിട്ട് നെറ്റിയിൽ ഒരു തേമ്പുണ്ടാക്കിയാൽ അവൻ പരിപൂർണ മുസ്ലിമായി. വലിയ തങ്ങളും മൗലവികളുമായി എത്ര ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാനും കഴിവുള്ള വലിയ മാന്യനാകുന്നു. മുസ്ലിം മതത്തിൻ്റെ പേരിൽ എല്ലാ ദുഷ്ടപ്രവൃത്തികളും ചെയ്യാൻ മാന്യനാകുന്നു. ക്രിസ്തു രൂപത്തിനെ ആരാധിക്കുന്നവൻ ക്രിസ്തു മതത്തിൻ്റെ പേരിൽ വലിയ മാന്യനായി എല്ലാ ദുഷ്ടപ്രവൃത്തികളും ചെയ്യാൻ തയ്യാറാവുന്നു. വിഗ്രരൂപാധനം ചെയ്യുന്ന സ്വാമിയായി ഹിന്ദു ബുദ്ധ മതത്തിൻ്റെ പേരിൽ എല്ലാ അനീതിയാനാചാരങ്ങളും ചെയ്യാൻ തയ്യാറായി സംഘടനയിൽ വലിയ മാന്യനായി സർവത്ര മനുഷ്യരുടെയും യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനുമായ സർവശക്തിനെ പുച്ഛിച്ചുകൊണ്ടാണ് 1000 കള്ളക്കഥകൾ പറഞ്ഞ് ഇത്തരക്കാരുണ്ടാക്കുന്ന മതസംഖ്യയിൽ ചേർത്തി പാവപ്പെട്ട മനുഷ്യരെ ഇത്തരം രൂപാൽ ചെയ്യിപ്പിച്ച് എല്ലാ നീതി അനാചാരക്രമങ്ങളും നേതാവാക്കി മാറ്റുന്നു. തങ്ങൾ മൗലവികൾ മക്കാരുടെ ബുദ്ധാലയത്തിനെ ആരാധിക്കുന്നു. സാധാരണക്കാരെ കൊണ്ട് മൗലവികളുടെ പിന്ദ്വാരത്തിനെയും ഇത്രയും ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാൻ മൗലവികൾക്ക് നേതാവാക്കി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊള്ളയും കൊലയും അടക്കം എല്ലാ പാപദോഷങ്ങളും ചെയ്ത കൊള്ളക്കാരനെയാണ് നബിയാക്കി പറയുന്നത്. അച്ഛൻ പുരോഹിതന്മാരുടെ നേതാവ് ദൈവം യൂറോപ്പിലും അന്തോക്കിലും എല്ലാ കൊള്ളയും കൊലയും പരാക്രമവും ചെയ്തവരാണ്. സ്വാമി പൂജാരികളുടെ നേതാവ് മക്കയിലെ ബുദ്ധാലയത്തിൽ നഗ്നതയായി ബുദ്ധാരാധന ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് പല പരാക്രമങ്ങളും ചെയ്തവനെയാണ് സ്വാമി പൂജാരികൾ ആരാധിക്കുന്ന ദൈവവിഗ്രഹത്തിൽ സർവശക്തൻ ജന്മമെടുത്തു എന്ന് പറഞ്ഞ് സർവശക്തിനെ പൂജിക്കുന്നു. അച്ഛൻ പുരോഹിതന്മാർ കുരിശുരൂപത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു, കുരിശുരൂപത്തിൽ പിടഞ്ഞു മരിച്ച യേശു ദൈവം സർവശക്തൻ മറിയയിൽ കൂടി ജനിച്ചതാണ്, മറിയെ പ്രസവിച്ചു വളർത്തിയതാണ് എന്നും മറ്റും പല കഥകളും പറഞ്ഞ് സർവശക്തിനെ പുച്ഛിച്ച് കുരിശുരൂപാധാനം ചെയ്യിക്കുന്നു. തങ്ങൾ മൗലവികൾ മക്കയിലെ കൊള്ളക്കാരനെ അള്ളാ നബിയാക്കി നബിയുടെ ബിന്ദുവാരത്തിൽ നിസ്കരിക്കാൻ അള്ള പഠിപ്പിച്ചതാണ്. നബി ചെയ്തതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് മൗലവികളുടെ ബിന്ദുവാരത്തിന്മേൽ നിസ്കാരം ചെയ്യിപ്പിക്കുന്നു. എല്ലാവരും നിസ്കാരക്കാരാണ്. വിഗ്രഹരൂപത്തിനും കുരിശുരൂപത്തിനും മൗലവികളുടെ ബിന്ദുവാരത്തിനും നായപ്പന്നിയും മറ്റു പല മൃഗങ്ങളെയും ഇടജന്തുക്കളെയും പറവുകളെയും മറ്റു പലതിനെയും നിസ്കരിപ്പിച്ചുകൊണ്ടാണ് വലിയ മാന്യന്മാരായി സർവശക്തിനെ പുച്ഛിച്ചു നിഷേധിച്ചു തള്ളുന്ന നായപ്പന്നി പോലെയുള്ള മൃഗങ്ങളെ പോലും ഇത്രയും രൂപങ്ങളെയും
പിന്തുവാരത്തിനെയും ആരാധിക്കുകയില്ല. നായ, പന്നി പോലെയുള്ള മൃഗങ്ങൾ പോലും ഈ മനുഷ്യർ ചെയ്യുന്ന ഇത്രയും ദുഷ്ടപ്രകൃതിയിൽപ്പെട്ട ഇത്രയും രൂപങ്ങളെയും പിന്തുവാരത്തിനെയും ആരാധിക്കുകയില്ല. മൃഗങ്ങൾ പോലും ചെയ്യാത്ത ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് വലിയ മാന്യന്മാരാകുന്നത്. സർവശക്തിയെ പുച്ഛിച്ചു തള്ളി മനുഷ്യർ സത്യത്തിൽ നിസ്കരിച്ച് ആരാധിക്കേണ്ടതും മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും മായ ഈ പ്രപഞ്ച പ്രകൃതി ശക്തിയെയാണ്. അവൻ ചെയ്തു തന്ന ഗുണത്തിന് അവന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് വണങ്ങാതെ പല നാട്ടിലെ കൊള്ളക്കാരെയും കുലകാരെയും നേതാക്കളും ദൈവങ്ങളും ദൈവദൂതന്മാരും ദൈവപുത്രന്മാരും അല്ലാഹ് നബികളുമാക്കി പറഞ്ഞ് അത്രക്കാരെ വാഴ്ത്തിയും പുകഴ്ത്തിയും വിഗ്രഹരൂപത്തിനെയും ഗുരുരൂപത്തിനെയും മക്കാരുടെ ബുദ്ധഗോപുരത്തെയും മണ്ണിൻ്റെ പൊരികളെയും ആരാധിപ്പിക്കുന്നു. സർവശക്തിനെ നിഷേധിച്ച് പുച്ഛിച്ച് തള്ളുന്നു. മനുഷ്യരെ ഒരു കഴിവുമില്ലാത്തതും ഒന്നിനും പറ്റാത്ത രൂപത്തിനെ ആരാധിപ്പിച്ചുകൊണ്ട് പല സമുദായ ഗോത്രവർഗ സംഘടനയുണ്ടാക്കി ജാതി മത വ്യക്തിവൈരാഗ്യം പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം സഹോദര സഹോദരികളെ കൊള്ളയും കൊലയും ചെയ്ത് രസിപ്പിക്കുന്നു. മതപണ്ഡിതന്മാരുടെ ദുഷ്ടവ്യക്തി വൈരാഗ്യത്തിൽ മതപണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നു. ദുഷ്ടതകൾ പഠിച്ച് ദുഷ്ടന്മാരായിക്കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ആസകലം ജാതി മതാക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് ജാതി മത വ്യക്തി വൈരാഗ്യത്തിൽ കൊള്ളയും കൊലയും ചെയ്യിപ്പിച്ച് മനുഷ്യരുടെ രക്തം മാംസവും മതപണ്ഡിതന്മാർ സേവിച്ച് ആരാധിച്ച് വളർത്തുന്ന ഭൂതപ്പിശാചുകൾക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. മതപണ്ഡിതന്മാർ ദേവാലയങ്ങളിൽ വളർത്തുന്ന ഭൂതപ്പിശാചുകൾക്ക് മനുഷ്യരക്തം കൊടുക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ കൊണ്ട് ജാതി മത വ്യക്തി വൈരാഗ്യത്തിൽ സ്വന്തം സഹോദര സഹോദരികളെ കൊള്ളയും കൊലയും ചെയ്യിപ്പിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പല മതപണ്ഡിതന്മാരാക്കി പാവപ്പെട്ട മനുഷ്യരെ പല മതസംഘാടകരാക്കി ഒരു സംഘം സാമ്യ പൂജാരികൾ ബുദ്ധി വിഗ്രഹ രൂപത്തിനെയും ഒരു സംഘം കുരിശു രൂപത്തിനെയും ഒരു സംഘം ബുദ്ധാരത്തിനെയും മണ്ണിൻ്റെ വരികളെയും ഊരുകളും പിന്തുവാരത്തിനെയും മൂന്തുവാരത്തിനെയും ആരാധിപ്പിച്ച് ജോലികൾ ചെയ്യാതെ പാവപ്പെട്ടവർ ജോലികൾ ചെയ്ത പണം മേടിച്ച് സുഖസന്തോഷത്തോടെ കാറ്റും വെയിലും മഴയും കൊള്ളാതെയും അധ്വാനിക്കാതെയും ജീവിക്കുന്നു. പാവപ്പെട്ടവർ ഇത്തരം ദുഷ്ടപണ്ഡിതന്മാരെ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്ത് വളർത്തണം. മതപണ്ഡിതന്മാർ ദേവാലയങ്ങളിൽ വളരുന്ന പിശാചുക്കളെ കൊണ്ട് മാറ്റുമാരണം ചെയ്ത് പാവപ്പെട്ടവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. മതപണ്ഡിതന്മാർ ദേവാലയങ്ങളിലിരുന്ന് പാവപ്പെട്ട മനുഷ്യരെ ജാതി മതത്തിൻ്റെ പേരിൽ പലവിധമായ നുണയും കിളിയും ചതിയും വഞ്ചനയും ഷെഹറും മാറ്റുമാരണം ചെയ്ത് രോഗികളാക്കുന്നു, തമ്മിൽ തല്ലിക്കുന്നു. ഇത്രയും ദുഷ്ടപ്രവൃത്തികൾ ഒഴിവാക്കുന്നല്ല സർവശക്തിനെ സ്തുതിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് മതപണ്ഡിതന്മാരോട് പറഞ്ഞാൽ അച്ഛൻ പുരോഹിതന്മാർ പറയുന്നു, സർവശക്തനായ ദൈവം ആകാശത്തിൽ ഇറങ്ങി വന്ന് എന്നോട് പറയട്ടെ. സാമ്യ പൂജാരികൾ പറയുന്നു, സർവേശ്വരൻ ആകാശത്തിന് ഇന്ന് ഇറങ്ങി വന്ന് എന്നോട് പറയട്ടെ. തങ്ങൾ മൗലവികൾ പറയുന്നു, അല്ല ആകാശത്തിന് ഇന്ന് ഇറങ്ങി വന്ന് എന്നോട് പറയട്ടെ. ഇത്രയും മതപണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ദേവാലയങ്ങളിൽ വളരുന്ന കുട്ടികളോടും സ്ത്രീകളോടും നീചപ്രവൃത്തികൾ ചെയ്ത് പല പിത്തനയും പസാദവും ഉണ്ടാക്കി പാവങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് പാവപ്പെട്ടവർക്ക് ഷെഹറും മാട്ടുമാരണം ചെയ്ത് രോഗികളാക്കി അക്രമങ്ങൾ ചെയ്യുകയാണ്. ഇത്രയും ദുഷ്ടന്മാരെ സർവശക്തൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉപദേശിക്കണം, സർവശക്തനെ സ്തുതിക്കാൻ എന്ന് പറയുന്നു. ഇത്രയും ദുഷ്ടന്മാർ പല സമുദായിക ഗോത്രവർഗ സംഘടനയുണ്ടാക്കി പല നാട്ടിലെ പല കൊള്ളക്കാരെയും പല ഭാഷയിലും പല ദൈവങ്ങളാക്കി ആരാധിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരെയും ജാതി മതത്തിൻ്റെ പേരിൽ കൊള്ളയും കൊലയും ചെയ്യിപ്പിക്കുന്നു. സർവശക്തനെ പല വിധത്തിലും നിഷേധിച്ച് പുച്ഛിക്കുന്നു. ഇത്രയും ദുഷ്ടമത പണ്ഡിതന്മാരെ എന്തു ചെയ്യണം?
ചൈനയിലും റഷ്യയിലും കാറൽ മാർക്സും ലെനിനും ഗോർബച്ചേവും അവിടെയുണ്ടായിരുന്ന നഗ്നസ്വാമികളെയും സന്യാസിനികളെയും സ്വാമി പൂജാരികളെയും അച്ഛൻ പുരോഹിതന്മാരെയും തങ്ങൾ മൗലവികളെയും വെട്ടി നശിപ്പിച്ച് പല മതരൂപാരാധനകളെല്ലാം തല്ലിയുടച്ച് നിരീശ്വരവാദം നടത്തിയതുപോലെ ചെയ്യരുത്. മക്കയിലെ ദുല്ലയുടെയും ആമിയുടെയും മകനായ മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാത്തവരെ പല വിധത്തിലും കഠിനമായി ശിക്ഷിച്ചുകൊണ്ട് കൊള്ളയും കൊലയും ചെയ്ത് ആക്രമിച്ച് നബിയുടെ പിന്ദ്വാരത്തിന് നിസ്കാരം ചെയ്തതുപോലെയും ചെയ്യിപ്പിക്കരുത്. മക്കയിൽ ശിവരാമനേശ്വരൻ നഗ്നരായി ഇരുന്ന് മക്കയിൽ നഗ്നത മറച്ച് നടക്കുന്ന മനുഷ്യരെ ആക്രമിച്ച് നഗ്ന മനുഷ്യരെ ആരാധിപ്പിച്ചതുപോലെയും ചെയ്യരുത്. യൂറോപ്പിൽ ഫ്രാൻസും കർത്താവായ യേശുവും പല ഊരുമൂപ്പന്മാരെയും കൊള്ളയും കൊലയും ചെയ്ത് അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കി അവരെ ജയിലിലിട്ട് അവരോട് ഇത്തരക്കാരെ ആരാധിക്കാൻ പറഞ്ഞ് ഇത്തരം അക്രമികളെ ആരാധിക്കാത്തതിൻ്റെ പേരിൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കാഷ്ടം വായിൽ ഒഴിച്ചു കൊടുത്തും, ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂത്രം വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത പോലെയും മറ്റു രാജാക്കളും മറ്റു പല നാട്ടുരാജാക്കളും പല പാവങ്ങളെയും ആക്രമിച്ച് അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കി രാജകുടുംബങ്ങളെ ഹരിജനങ്ങളും ചക്ലിയരും പറയരും പാണരും പൊരയരും മറ്റു പലതുമാക്കി താഴ്ത്തപ്പെട്ടവരാക്കി കൊള്ളക്കാർക്കിരി ജനങ്ങളായി ഇത്തരക്കാരുടെ കാഷ്ടക്കുഴി കഴുകുന്നവരും വീടുകൾ അടിച്ചു വാരുന്നവരും തുണികൾ കഴുകുന്നവരും മറ്റും പലതുമാക്കി താഴ്ത്തപ്പെട്ടവരാക്കി തള്ളിയതുപോലെയും ചെയ്യാൻ പാടില്ല. ആക്രമങ്ങളും അനീതികളും കൊള്ളയും കൊലയും ചെയ്യരുത്. മതപണ്ഡിതന്മാർ പല രൂപാന്തരം ചെയ്യിപ്പിച്ച് പാവപ്പെട്ടവരെ സ്നേഹിച്ച് അതിവഞ്ചനം ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാൻ സമ്മതിക്കരുത്. ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കരുത്. മതപണ്ഡിതന്മാരെ ദേവാലയങ്ങൾ ജോലിക്ക് വെക്കരുത്. അവരോട് കൂട്ടുകെട്ടരുത്. മതപണ്ഡിതന്മാരോട് സഹവാസങ്ങൾ ഉണ്ടാവരുത്. ഒരു സഹായം ചെയ്തു കൊടുക്കരുത്. അവരോട് ഒപ്പം സംസാരങ്ങളും അവരെ വീട്ടിലേക്ക് അടുപ്പിക്കരുത്. അത്തരക്കാരെ വീട്ടിലേക്ക് അടുപ്പിച്ചാൽ അവർ കൊണ്ടു നടക്കുന്ന പിശാചുക്കൾ വീട്ടിൽ കയറി ആക്രമണങ്ങൾ ഉണ്ടാക്കും. കുടുംബ വഴക്കുകളും ഭാര്യ ഭർത്താവ് മക്കൾ മറ്റു പലവിധത്തിലും കുടുംബ വഴക്കുകളും മാരകമായ രോഗങ്ങളും ഉണ്ടാക്കും. മതപണ്ഡിതന്മാരോട് സംസാരിച്ച് സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവരെയും ചതിക്കും. മതപണ്ഡിതന്മാർക്ക് ദാഹിക്കുന്ന കുടിവെള്ളം അടക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സഹായവും ചെയ്യരുത്. പാവപ്പെട്ടവരെ ചതിവഞ്ചനം ചെയ്യുന്നതും സർവശക്തിനെ പുച്ഛിച്ച് തള്ളുന്നതുമായ പല രൂപാന്തരം നിർത്തി ജോലികൾ ചെയ്ത് സർവശക്തിനെ സ്തുതിച്ച് നല്ലവരായി ജീവിക്കാൻ ഉപദേശിക്കുക. ദുഷ്ടമതപണ്ഡിതന്മാർ നല്ലവരാകും വിധത്തിൽ ആദിദൂതന്മാർ ആദം ഹവ്വ മുതൽ 1,40,000 നബിദൂതന്മാർ സത്യത്തിൽ പ്രവർത്തിച്ചു പഠിപ്പിച്ച സത്യമായ അറിവുകളും ആരാധനകളും പ്രവൃത്തിയിൽ മതപണ്ഡിതന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെപ്പോലെ നമ്മളുടെ സഹോദരികളും മതപണ്ഡിതന്മാരും നല്ലവരാകും വിധത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്ത് പ്രവൃത്തിയിൽ പഠിപ്പിക്കുക. ഇതാണ് നല്ലവരായ മനുഷ്യർ ചെയ്യേണ്ടത്. മതപണ്ഡിതന്മാർക്ക് നാട്ടിലുള്ള കൊള്ളക്കാരെയും കൊലകാരെയും പല മത ദൈവങ്ങളാക്കി പറഞ്ഞുകൊണ്ട് പല മതരൂപാന്തരം ചെയ്യാനും ചെയ്യിപ്പിക്കാനും സർവശക്തിനെ പുച്ഛിച്ച് തള്ളാനും സ്വതന്ത്രവും മനുഷ്യാവകാശവും പൗരാവകാശവും ഉണ്ടെങ്കിൽ സർവത്ര മനുഷ്യർക്കും തെണ്ടി നടക്കുന്ന പട്ടികൾക്കും അവരുടെ മാതാവും പിതാവും ഗുരുനാഥനുമായ സർവശക്തിനെ നിഷേധിച്ച് പുച്ഛിച്ച് ചീത്ത പറയുന്നവനെ കുരച്ചു ചാടി ആട്ടി ഓടിപ്പിക്കാനുള്ള അധികാരമുണ്ട്. ഈ ലോകത്തുള്ള പല കോടാനുകൂടി ഇനം സൃഷ്ടിശക്തികളുടെയും യഥാർത്ഥ മാതാവും പിതാവുമാണ് ഈ പ്രപഞ്ചശക്തം. മനുഷ്യരല്ലാത്ത സർവത്ര സൃഷ്ടികളും സർവശക്തിനെ സ്തുതിക്കുന്നു.
മനുഷ്യർ മാത്രമാണ് സർവശക്തിനെ നിഷേധിക്കരിച്ച് പുച്ഛിച്ചു തള്ളി പല രൂപം ചെയ്യുന്നത്. ഇത്രയും ദുഷ്ടപ്രവർത്തനങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ പഠിപ്പിക്കുന്നത് പല മതപണ്ഡിതന്മാരാണ്. ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന ദുഷ്ടന്മാർക്ക് കുടിവെള്ളം കുടിക്കുന്നവരെ സർവശക്തൻ കഠിനമായി ശിക്ഷിക്കും. മതപണ്ഡിതന്മാരുടെ ദുഷ്ടപ്രവൃത്തികളുടെ ഇത്രയും തെളിവുകളോടെയാണ് മതപണ്ഡിതന്മാർ മനുഷ്യരുടെ കഠിന ശത്രുക്കളായ കൂടെ പിശാചുക്കളാണ് തെളിവുകളോടെ പഠിപ്പിക്കുന്നത്. മതപണ്ഡിതന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെയും അവർ സേവിച്ച് ആരാധിക്കുന്ന പിശാചുക്കളുടെയും അക്രമശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി സർവാധിപനും സർവലോകരക്ഷകനും സർവശക്തനും സർവലോകരക്ഷകനുമായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മതപണ്ഡിതന്മാരുടെ കള്ളക്കഥയിലും മാട്ടും മാരണത്തിലും പല രൂപാരാധനകളിലും മതരൂപാരാധനകളുടെ പേരിൽ പഠിപ്പിക്കുന്ന ജാതി മതഭക്തി വൈരാഗ്യത്തിലും പാവപ്പെട്ട മനുഷ്യർ കുടുങ്ങിയിരിക്കുകയാണ്. മനുഷ്യർക്ക് യഥാർത്ഥ സത്യം അറിയുകയില്ല. സർവശക്തിനെ വിവരിച്ചുള്ള സത്യമായ അറിവുകളും സർവശക്തിന് ചെയ്യേണ്ടതായ സത്യമായ ആരാധനകളും അറിയുകയില്ല. സർവശക്തിനെ വിവരിക്കുന്ന സത്യമായ അറിവുകളും സർവശക്തിന് ചെയ്യേണ്ടതായ ആരാധനകളും സത്യം ഉപദേശം ചെയ്യണം. സത്യം മനുഷ്യർക്ക് ചിന്തിച്ച് ഗ്രഹിച്ചെടുക്കാനുള്ള പരിപൂർണ സ്വയബുദ്ധി എന്നും മനുഷ്യർക്ക് ഇല്ല. മനുഷ്യരിൽ പല മത വ്യക്തിവൈരാഗ്യങ്ങളും രൂപാരാധനകളുടെ പ്രോത്സാഹനവും മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് പല കഥകളിൽ കൂടി പ്രേരിപ്പിച്ച് പിശാചുക്കളും മാട്ടുമാരണവും ഒന്നിച്ച് കൂടി മനുഷ്യരെ ഭ്രാന്തന്മാരാക്കി ഇരിക്കുകയാണ്. മനുഷ്യർക്ക് സ്വയബുദ്ധി ഉണ്ടാവണമെങ്കിൽ ആദ്യമായി മനുഷ്യരിൽ പിടിപെട്ട മായാമോഹിനി ഭൂതപ്പേയ് പിശാചുക്കളെ പിശാചുകൾ വിട്ടുപോകണമെങ്കിൽ വിട്ടുപോവാൻ വേണ്ടിയും അച്ഛൻ പുരോഹിതന്മാർ കുരിശുരൂപം കെട്ടി നടക്കാനും കുരിശുരൂപത്തിനെ ആരാധിച്ച് വളർത്താനും പറയുന്ന സാമ്യപൂജാരികൾ വിഗ്രഹരൂപത്തിനെ ആരാധിക്കാനും വിഗ്രഹരൂപം കെട്ടി നടക്കാനും പഠിപ്പിക്കുന്നു. തങ്ങൾ പൗരുകൾ ബുദ്ധാലയത്തിനെ ആരാധിക്കാനും കല്ലുമോതിരം ഇട്ട് നടക്കാനും മണ്ണിൻ്റെ പുരകളോട് പ്രാർത്ഥിക്കാനും പറയുന്ന ഇവകൾ ചെയ്താൽ അവിടെ വളരുന്ന പിശാചുക്കൾ മനുഷ്യർക്ക് പല മാരകമായ രോഗങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിശാചുകൾ വിട്ടുപോവുകയില്ല. പിശാചുകൾ വിട്ടുപോകണമെങ്കിൽ പിശാചുകൾ മനുഷ്യരിൽ പിടികൂടാതെയിരിക്കണമെങ്കിലും ആദ്യ മനുഷ്യരും ആദ്യ ദൂതന്മാരായ ആദം ഹവ്വ അവരുടെ മക്കൾക്കും പേരമക്കൾക്കും പിശാചുക്കളുടെ അക്രമശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. ആദം ഹവ്വ മനുഷ്യവംശങ്ങൾക്ക് ഭൂമിലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഉപദേശിച്ച ഉപദേശ പ്രവർത്തനങ്ങളും ആരാധനയും ചെയ്യണം. ആദ്യ ദൂതന്മാർ സർവ ലോകരക്ഷകനെ ഏത് പേരിലാണ് വിളിച്ച് സ്തുതിച്ച് വണങ്ങാൻ പഠിപ്പിച്ചതുപോലെ 1,40,000 സത്യവാന്മാരായ നബിദൂതന്മാർ ലോകം മുഴുവൻ ഉപദേശിച്ച് സത്യമായ ആരാധനയും പ്രവൃത്തികളും പ്രവർത്തിക്കണം. മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യർ നല്ലവരായി ജീവിക്കണമെങ്കിലും ആദ്യ ദൂതന്മാർ ഉപദേശിച്ചതുപോലെ പ്രവർത്തിക്കണം. ആദ്യ ദൂതന്മാർ ഉപദേശിച്ച് പഠിപ്പിച്ച സത്യത്തിനെ എതിർത്ത് കണ്ട് സത്യനിഷേധികൾ മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ കൂട്ടിപ്പിടിച്ച് പിശാചുക്കളെ കൊണ്ട് മനുഷ്യർ മാട്ടുമാരോടും ചെയ്ത് മനുഷ്യരെ ഭ്രാന്തന്മാരാക്കി മയക്കി എടുത്തുകൊണ്ടാണ് പല മതസംഘാടകരായി പല രൂപാന്തരം ചെയ്യിപ്പിക്കുന്നത്, പല മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്, പല കഥകളിൽ കൂടി പല നാട്ടിലുള്ള കൊള്ളക്കാരെയും കുലകാരെയും പരമത ദൈവങ്ങളാക്കിയും ദൈവദൂതന്മാരാക്കിയും ദൈവപുത്രന്മാരും ദേവികളും നബിയും മറ്റു പലതും പറഞ്ഞ്
മനുഷ്യരെ വിഡ്ഢികളാക്കുകയാണ്. ഒരു കഴിവുമില്ലാത്തതും ഒന്നിനും പറ്റാത്ത രൂപത്തിനെ ആരാധിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും എല്ലാ സഹായ സംരക്ഷണങ്ങളും ചെയ്ത് തന്നുകൊണ്ട് സംരക്ഷിക്കുന്ന സർവശക്തിനെ പുച്ഛിച്ച് ചീത്ത പറയിപ്പിക്കുകയാണ് സർവത്ര മതപണ്ഡിതന്മാരും ചെയ്യുന്നത്. മതപണ്ഡിതന്മാരെയും അവർ സേവിച്ച് മാറ്റുമരണം ചെയ്യുന്ന ഭൂതപ്പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ ആദിദൂതന്മാർ ഉപദേശിച്ചതുപോലെ ഉപദേശിച്ച് സത്യോപദേശം ചെയ്യണം. മതപണ്ഡിതന്മാരും പല പേരിലും വിളിച്ച് ആരാധിക്കുന്ന പിശാചുക്കളാണ് സർവത്ര മനുഷ്യരുടെയും ശത്രുക്കൾ. മതപണ്ഡിതന്മാരുടെയും അവർ സേവിച്ച് ആരാധിക്കുന്ന പിശാചുക്കളുടെയും അക്രമശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ ആദ്യമായി എന്തു ചെയ്യണം? സ്വാമി പൂജാരി, അച്ഛൻ, പുരോഹിതന്മാർ, തങ്ങൾ മൗലവി പോലെയുള്ള മതപണ്ഡിതന്മാരോടുള്ള കൂട്ടുകെട്ടും സംസാരങ്ങളും അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കലും അവരെ അനുസരിക്കലും അവരുടെ സംസാര പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ആരാധനകളും മറ്റു നേർച്ച പിറന്നാൾ, മൗലൂദ്, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കൽ, മറ്റും നല്ലതിലും കേട്ടതുമായ പ്രവൃത്തികളിൽ അവരോടൊപ്പം
സഹോദര സഹോദരന്മാരോടും അവരുടെ ഭാര്യ മക്കളോടും മറ്റും യേശുവിനോട് സംസാരത്തിലും അക്രമത്തിലും വിജയിക്കുവാൻ കഴിയുകയില്ല. യേശുവിനോട് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വലിയ വെറുപ്പും ദേഷ്യവും ഉണ്ട്. ഒന്നും പറയാൻ പറ്റുകയില്ല. പറയുന്നവരെ അവർ കഠിനമായി മർദ്ദിക്കുന്നവരെ മർദ്ദിക്കരുത് എന്ന് പറഞ്ഞ് തടുക്കാൻ ഒരു മനുഷ്യനും ഇല്ല. യേശുവിന്റെ ജോലി ജോസി ഗവർണർക്ക് മദ്യവും സ്ത്രീകളെയും കൊണ്ടുപോയി കൊടുക്കലാണ്. ക്രിസ്തു ശിഫായിയുമാണ്. യേശുവിന്റെ പരാക്രമങ്ങൾക്കിരയായി കുടുംബങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ്. ആ സമയം യേശുവിന്റെ സഹോദരന്മാർ കണ്ട തന്ത്രം യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒഴിഞ്ഞ ഭാഗത്ത് പോയി മദ്യവും മയക്കുമരുന്നും കൊടുത്ത് മയക്കി കൈകാൽ കെട്ടി മർദ്ദിച്ചു തല്ലിക്കൊന്ന് കുരിശിൽ തറച്ചു കയറ്റി യേശുവിന്റെ പിതാവായ നിലവിളിച്ചു കരഞ്ഞു. ആ സമയം സഹോദരി മക്കൾ വന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവായ ക്രിസ്തു ദൈവമേ, ഞങ്ങൾ ഈശയെന്ന് കരുതി അറിയാതെ കൊല ചെയ്തു. തെറ്റുകൾ ചെയ്തു പാപികളായ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. യേശുവിന് പിതാവും ഉണ്ട്, മാതാവും ഉള്ളതുപോലെ തന്നെ മറിയയുടെ കുടുംബ സഹോദരനാണ്. അച്ഛൻ പുരോഹിതന്മാർ ഉള്ളതിനെ ഇല്ലാതാക്കി പറയുകയും ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുകയും ചെയ്ത് പാവപ്പെട്ട മനുഷ്യരെ ചതിവഞ്ചനം ചെയ്യുകയാണ്. ഇല്ലാതിനെ ഉണ്ടാക്കി പറഞ്ഞും ഉള്ളതിനെ ഇല്ലാതാക്കി പറഞ്ഞും ക്രിസ്തു പുരാതന ഗ്രന്ഥങ്ങളും തങ്ങൾ മൗലികൾ പറയുന്നു, മുഹമ്മദ് നബിയെ അല്ല നബിയാക്കിയത്. മുഹമ്മദ് ദുല്ലിയുടെയും ആമിയുടെയും മകനാണ്. ആമിയും ദുല്ലിയും ചെറുപ്രായത്തിൽ മരണപ്പെട്ടു. അനാദിയായും മുഹമ്മദ് വളർന്നു. കൂട്ടുകാരോടൊപ്പം ചേർന്ന് മുഹമ്മദ് അന്ന് മക്കക്കാരിൽ ഏറ്റവും കൂടുതൽ പത്തടി ഉയരവും അതിനൊത്ത വണ്ണവും ഉള്ള മനുഷ്യനാണ്. മനുഷ്യരെല്ലാം മറ്റുള്ളവരെല്ലാം 6 അടിയും 7 അടിയും ഉയരമുള്ളൂ. മുഹമ്മദ് അനാദിയായി എല്ലാ രീതികളും ചെയ്ത് ആക്രമണങ്ങളിൽ കൂടിയാണ് വളർന്നത്. മുഹമ്മദിനെ നൂഹ് നബിയുടെ പേരമക്കളായ നബി കുടുംബങ്ങളോടും മുസ്ലിമിനോടും കൂടുതൽ ദേഷ്യമാണ്. മുസ്ലിമീങ്ങളെ പല വിധത്തിലും ആക്രമിക്കും. മുസ്ലിമീങ്ങളെ കൊള്ളയും കൊലയും ചെയ്ത് അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കി മുസ്ലിമീങ്ങളോട് പറയും, ഞാനാണ് നബി, എനിക്കാണ് നിസ്കരിക്കേണ്ടത്, നീ നബിയല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയും. അത്രക്കാരെ കൊണ്ട് മുഹമ്മദിന്റെ പിന്തുവാരത്തിന് നമസ്കാരം ചെയ്യിപ്പിച്ച് പല ആക്രമണങ്ങളും ചെയ്യും. അതുപോലെ ജൂത സ്ത്രീ പുരുഷന്മാരോടും വായിൽ മൂത്രമൊഴിക്കുകയും കാറ്റിക്കുകയും അടക്കമുള്ള അക്രമങ്ങൾ ചെയ്തുകൊണ്ട് മർദ്ദിക്കും. അന്ന് മുഹമ്മദ് സംഘവും ചെയ്ത അക്രമങ്ങൾക്ക് പകരമാണ് ഇന്നും ജൂത സ്ത്രീ പുരുഷന്മാർ മുഹമ്മദിനെ നബിയാക്കി പറയാവുന്നവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജൂതന്മാരും ക്രിസ്തുവരായ ക്രിസ്തുവരും മുസ്ലിമിന്റെ പേരുകൾ പറഞ്ഞ് മുഹമ്മദ് ചെയ്ത പോലെ ചെയ്യിപ്പിക്കുന്നവരാണ് ക്രിസ്തുവരും ആക്രമിക്കുന്നത്. തങ്ങൾ മൗലവികൾ യഥാർത്ഥ അള്ളാഹ് നബിയെ നിഷേധിച്ച് പിശാചിനെ അള്ളാഹ് നബിയാക്കിയും കൊള്ളക്കാരനെ നബിയാക്കിയും പറഞ്ഞുകൊണ്ട് എല്ലാ അനീതികളും ചെയ്യുന്നത്. ഇത്രയും അക്രമങ്ങൾ ചെയ്യുന്നത് മുമ്പ് കാലത്തുള്ള കൊള്ളക്കാരെയും കൊലകാരെയുമാണ്. ഇന്ന്
വാഴ്ത്തിയും പൊഴുത്തിയും പറഞ്ഞ് ആരാധിക്കുന്നത്. മതപണ്ഡിതന്മാർപ്പെട്ട സ്വാമി പൂജാരികളും അച്ഛൻ പുരോഹിതന്മാരും തങ്ങൾ മൗര്യകളും പരമത സമുദായ ഗോത്രവർഗ സംഘടനയുണ്ടാക്കി ഗോത്രവർഗം മത വ്യക്തിവൈരാഗ്യം പഠിപ്പിച്ച് മനുഷ്യവംശങ്ങൾ സ്വന്തം സഹോദര സഹോദരികളെ കണ്ടുകഴിഞ്ഞാൽ കടിച്ചു തിന്നണം എന്ന കഠിന ബീജത്തിലായി കഴിഞ്ഞു. സർവരും ഇന്ന് ലോകത്തിൽ ജാതി മത വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അങ്ങും ഇങ്ങും കൊല ചെയ്യുന്നവരിൽ 10,000-ലധികം മനുഷ്യർ മരണപ്പെടുന്നു. മതപണ്ഡിതന്മാർ 1000 കള്ളക്കഥകളും കളവുകളും പറഞ്ഞ് മനുഷ്യരെ ദുഷ്ടന്മാരാക്കി ആക്രമങ്ങൾ ചെയ്യിപ്പിച്ച് തങ്ങൾ മൗലവികളും അച്ഛൻ പുരോഹിതന്മാരും സ്വാമി പൂജാരികളും പല മത ദൈവാലയങ്ങളുടെ അകത്ത് സുഖമായി ജീവിക്കുന്നു. പാവപ്പെട്ടവർ അങ്ങും ഇങ്ങും തല്ലും മടിയും കൊണ്ട് കൈകാൽ ഒടിഞ്ഞു സമ്പത്തുകൾ നഷ്ടപ്പെട്ട് പട്ടിണിക്കിരയായി തെണ്ടി നടക്കുന്നവർ പല കോടികളാണ്. മതപണ്ഡിതന്മാരെ പല മത സമുദായ സംഘടന ഉണ്ടാക്കി ഒന്നിനും പറ്റാത്തതും ഒരു കഴിവും ഇല്ലാത്തതും വിഗ്രഹ കുരിശ് ബുദ്ധ മൺകുമ്പാരങ്ങളെയും മറ്റും ആരാധിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യരെ കള്ളക്കഥകൾ പറഞ്ഞ് കള്ളക്കഥകളിൽ കൂടി ചതിവഞ്ചന ചെയ്യാൻ ആരാണ് തീർമാനിച്ചത്? മനുഷ്യവംശങ്ങളോടും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പല രൂപാന്തരം ചെയ്യാൻ വേണ്ടി ജാതി മത ആക്രമങ്ങൾ ചെയ്യാൻ ആരാണ് പറഞ്ഞത് എന്ന് മതപണ്ഡിതന്മാരോടും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരോടും ചോദിക്കുക. എത്ര കോടി പണം ചെലവുള്ള അമ്പലങ്ങളും കാവുകളും ബുദ്ധാരാധനങ്ങളും മന്ദിരങ്ങളും അക്ബറുകളും പള്ളികളും മദ്രസകളും ചർച്ചുകളും കുരിശ് ഗോപുരങ്ങളും കുരിശ് പള്ളികളുമാണ്. ഇവകളിൽ എന്താണ് നടക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസത്തെ പല ഭീകര രൂപാരാധനകളാണ്. ഇത്രയും മതദേവാലയങ്ങളിലാണ് മനുഷ്യരുടെ ശത്രുക്കളായ ഭൂതപ്പി മായാമോഹിനി പിശാചുക്കളെ വളർത്തുന്നത്. പല മത പണ്ഡിതന്മാർ മനുഷ്യവംശങ്ങളെ മാറ്റുമാരണം ചെയ്ത് ചതിക്കാൻ വേണ്ടിയാണ്. എത്ര കോടി മനുഷ്യരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും തെണ്ടി നടക്കുന്നവർ, കിടക്കാൻ ഇടമില്ലാതെ ചുറ്റി നടക്കുന്നവർ മതപണ്ഡിതന്മാരുടെ സമുദായ ഗോത്രവർഗ സ്നേഹം മനുഷ്യരെ ചതിവഞ്ചന ചെയ്യാനാണ്. മതപണ്ഡിതന്മാരുടെ ചിരിച്ചു കളിച്ചു ആത്മാർത്ഥതയുടെയും പേരുകൾ പറഞ്ഞ് അന്ധവിശ്വാസത്തിൽ കൂടി ആത്മാർത്ഥയുടെ ചതിവഞ്ചനം ചെയ്ത് പുലിയുടെ കൂട്ടിലേക്ക് ഇരയാക്കി ജീവനുള്ള മൃഗങ്ങളെ ഇട്ടുകൊടുക്കുന്നത് പോലെ വിശന്ന് കിടക്കുന്ന പട്ടിയുടെ കാട്ടിൽ കൂട്ടിലേക്ക് കോഴിയെ ഇട്ടുകൊടുക്കുന്നത് പോലെയും വല്ല മാട് ഒട്ടകങ്ങളെ ചിരിച്ച് അറുക്കുന്നത് പോലെയും പൂച്ചയുടെ മുന്നിലേക്ക് എലിയെ പിടിച്ചിട്ട് കൊടുക്കുന്നത് പോലെയും മതപണ്ഡിതന്മാർ സേവിച്ച് വളർത്തുന്ന പിശാചുക്കൾക്ക് മനുഷ്യനെ ഇരയാക്കി കൊടുക്കുകയാണ്. മതപണ്ഡിതന്മാരുടെയും പിശാചുക്കളുടെയും ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആരാധന പ്രാർത്ഥനാ പ്രവൃത്തികൾ സത്യം ഉപദേശം ചെയ്യണം. മതപണ്ഡിതന്മാർ എല്ലാ കളവുകളും കള്ളക്കഥകളും തന്ത്രമന്ത്രങ്ങളും ഉപയോഗിച്ച് സത്യമുപദേശം ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാ ചതിവഞ്ചനകളും അക്രമങ്ങളും ചെയ്യും. മതപണ്ഡിതന്മാരെ ഭയന്നുകൊണ്ട് സത്യോപദേശം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. വലിയ നിന്നീത്തവസരത്തിൽ നിന്നോട് സത്യോപദേശം ചെയ്യാൻ പറഞ്ഞത് കേൾക്കാതെ പല മതപണ്ഡിതന്മാർ പറയുന്നത് കേട്ട് പല രൂപാന്തരം ചെയ്തും പ്രത്യേകമായും തങ്ങൾ മൗര്യകൾ പറയുന്നത് പോലെ 100 വർഷത്തേക്കുള്ളതും പ്രത്യേകമായും 300 വർഷത്തേക്കുള്ളതും കൂടുതലുമായും 3 പ്രാവശ്യം ചെയ്തു. മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിച്ചതല്ല, നിന്നെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ചില്ലേ? നീ ചെയ്തത് തെറ്റാണെന്ന് പല മതപണ്ഡിതന്മാർ പല രൂപാന്തരം ചെയ്യിപ്പിക്കുന്നത് തെറ്റാണെന്നും തെളിവുകളോടെ പഠിപ്പിച്ചു. പല രൂപങ്ങളെ ആരാധിപ്പിക്കുന്നതിന് പകരം പല രൂപങ്ങളെ ആരാധിച്ചതിന് പകരം പല രൂപങ്ങളെ കൊണ്ട് ശിക്ഷകൾ
സഹോദരന്മാരോടും അവരുടെ ഭാര്യ മക്കളോടും മറ്റും യേശുവിനോട് സംസാരത്തിലും അക്രമത്തിലും വിജയിക്കുവാൻ കഴിയുകയില്ല. യേശുവിനോട് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വലിയ വെറുപ്പും ദേഷ്യവും ഉണ്ട്. ഒന്നും പറയാൻ പറ്റുകയില്ല. പറയുന്നവയെ അവർ കഠിനമായി മർദ്ദിക്കുന്നവരെ മർദ്ദിക്കരുത് എന്ന് പറഞ്ഞ് തടുക്കാൻ ഒരു മനുഷ്യനും ഇല്ല. യേശുവിന്റെ ജോലി ജോസി ഗവർണർക്ക് മദ്യവും സ്ത്രീകളെയും കൊണ്ടുപോയി കൊടുക്കലാണ്. ക്രിസ്തു ശിഫായിയുമാണ്. യേശുവിന്റെ പരാക്രമങ്ങൾക്കിരയായി കുടുംബങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ്. ആ സമയം യേശുവിന്റെ സഹോദരന്മാർ കണ്ട തന്ത്രം യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒഴിഞ്ഞ ഭാഗത്ത് പോയി മദ്യവും മയക്കുമരുന്നും കൊടുത്ത് മയക്കി കൈകാൽ കെട്ടി മർദ്ദിച്ചു തല്ലിക്കൊന്ന് കുരിശു തറച്ചു കയറ്റി. യേശുവിന്റെ പിതാവായ ക്രിസ്തുവും മറിയയും നിലവിളിച്ചു കരഞ്ഞു. ആ സമയം സഹോദരി മക്കൾ വന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവായ ക്രിസ്തു ദൈവമേ, ഞങ്ങൾ ഈശയെന്ന് കരുതി അറിയാതെ കൊല ചെയ്തു. തെറ്റുകൾ ചെയ്തു പാപികളായ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. യേശുവിന് പിതാവും ഉണ്ട്, മാതാവും ഉള്ളതുപോലെ തന്നെ മറിയയുടെ കുടുംബ സഹോദരനാണ്. അച്ഛൻ പുരോഹിതന്മാർ ഉള്ളതിനെ ഇല്ലാതാക്കി പറയുകയും ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുകയും ചെയ്ത് പാവപ്പെട്ട മനുഷ്യരെ ചതിവഞ്ചന ചെയ്യുകയാണ്. ഇല്ലാതിനെ ഉണ്ടാക്കി പറഞ്ഞും ഉള്ളതിനെ ഇല്ലാതാക്കി പറഞ്ഞും ക്രിസ്തു പുരാതന ഗ്രന്ഥങ്ങളും സംസാരങ്ങളും തങ്ങൾ മൗലികൾ പറയുന്നു, മുഹമ്മദ് നബിയെ അല്ല നബിയാക്കിയത്. മുഹമ്മദ് ദുല്ലിയുടെയും ആമിയുടെയും മകനാണ്. ആമിയും ദുല്ലിയും ചെറുപ്രായത്തിൽ മരണപ്പെട്ടു. അനാദിയായും മുഹമ്മദ് വളർന്നു. കൂട്ടുകാരോടൊപ്പം ചേർന്ന് മുഹമ്മദ് അന്ന് മക്കക്കാരിൽ ഏറ്റവും കൂടുതൽ പത്തടി ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള മനുഷ്യനാണ്. മനുഷ്യരെല്ലാം മറ്റുള്ളവരെല്ലാം 6 അടിയും 7 അടിയും ഉയരമുള്ള മുഹമ്മദ് അനാദിയായി എല്ലാ രീതികളും ചെയ്ത് അക്രമങ്ങളിൽ കൂടിയാണ് വളർന്നത്. മുഹമ്മദിനെ നൂഹ് നബിയുടെ പേരമക്കളായ നബി കുടുംബങ്ങളോടും മുസ്ലിമിനോടും കൂടുതൽ ദേഷ്യമാണ്. മുസ്ലിമീങ്ങളെ പല വിധത്തിലും ആക്രമിക്കും. മുസ്ലിമീങ്ങളെ കൊള്ളയും കൊലയും ചെയ്ത് അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കി മുസ്ലിമീങ്ങളോട് പറയും, ഞാനാണ് നബി, എനിക്കാണ് നിസ്കരിക്കേണ്ടത്, നീ നബിയല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയും. അത്രക്കാരെ കൊണ്ട് മുഹമ്മദിന്റെ പിന്തുവാരത്തിന്റെ നമസ്കാരം ചെയ്യിപ്പിച്ച് പല ആക്രമങ്ങളും ചെയ്യും. അതുപോലെ ജൂത സ്ത്രീ പുരുഷന്മാരോടും വായിൽ മൂത്രമൊഴിക്കുകയും കാറ്റിക്കുകയും അടക്കമുള്ള അക്രമങ്ങൾ ചെയ്തുകൊണ്ട് മർദ്ദിക്കും. അന്ന് മുഹമ്മദ് സംഘവും ചെയ്ത അക്രമങ്ങൾക്ക് പകരമാണ് ഇന്നും ജൂത സ്ത്രീ പുരുഷന്മാർ മുഹമ്മദിനെ നബിയാക്കി പറയാവുന്നവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജൂതന്മാരും ക്രിസ്തുവരായ ക്രിസ്തുവരും മുസ്ലിമിന്റെ പേരുകൾ പറഞ്ഞ് മുഹമ്മദ് ചെയ്ത പോലെ ചെയ്യിപ്പിക്കുന്നവരാണ് ക്രിസ്തുവരും ആക്രമിക്കുന്നത്. തങ്ങൾ മൗലവികൾ യഥാർത്ഥ അള്ളാഹ് നബിയെ നിഷേധിച്ച് പിശാചിനെ അള്ളാഹ് നബിയാക്കിയും കൊള്ളക്കാരനെ നബിയാക്കിയും പറഞ്ഞുകൊണ്ട് എല്ലാ അനീതികളും ചെയ്യുന്നത്. ഇത്രയും അക്രമങ്ങൾ ചെയ്യുന്നത് മുമ്പ് കാലത്തുള്ള കൊള്ളക്കാരെയും കൊലകാരെയുമാണ്. ഇന്ന് പല
ദൈവങ്ങളാക്കി അവരെ വാഴ്ത്തിയും പൊഴുത്തിയും പറഞ്ഞ് ആരാധിക്കുന്നത് മതപണ്ഡിതന്മാർപ്പെട്ട സ്വാമി പൂജാരികളും അച്ഛൻ പുരോഹിതന്മാരും തങ്ങൾ മൗര്യകളും പല മത സമുദായ ഗോത്രവർഗ സംഘടനയുണ്ടാക്കി ഗോത്രവർഗം മത വ്യക്തിവൈരാഗ്യം പഠിപ്പിച്ച് മനുഷ്യവംശങ്ങൾ സ്വന്തം സഹോദര സഹോദരികളെ കണ്ടുകഴിഞ്ഞാൽ കടിച്ചു തിന്നണം എന്ന കഠിന ബീജത്തിലായി കഴിഞ്ഞു. സർവരും ഇന്ന് ലോകത്തിൽ ജാതി മത വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അങ്ങും ഇങ്ങും കൊല ചെയ്യുന്നവരിൽ 10,000-ത്തിലധികം മനുഷ്യർ മരണപ്പെടുന്നു. മതപണ്ഡിതന്മാർ 1000 കള്ളക്കഥകളും കളവുകളും പറഞ്ഞ് മനുഷ്യരെ ദുഷ്ടന്മാരാക്കി ആക്രമങ്ങൾ ചെയ്യിപ്പിച്ച് തങ്ങൾ മൗലവികളും അച്ഛൻ പുരോഹിതന്മാരും സ്വാമി പൂജാരികളും പല മത ദൈവാലയങ്ങളുടെ അകത്ത് സുഖമായി ജീവിക്കുന്നു. പാവപ്പെട്ടവർ അങ്ങും ഇങ്ങും തല്ലുമടിയും കൊണ്ട് കൈകാൽ ഒടിഞ്ഞു സമ്പത്തുകൾ നഷ്ടപ്പെട്ട് പട്ടിണിക്കിരയായി തെണ്ടി നടക്കുന്നവർ പല കോടികളാണ്. മതപണ്ഡിതന്മാരെ പല മത സമുദായ സംഘടന ഉണ്ടാക്കി ഒന്നിനും പറ്റാത്തതും ഒരു കഴിവും ഇല്ലാത്തതും വിഗ്രഹ കുരിശ് ബുദ്ധ മൺകുമ്പാരങ്ങളെയും മറ്റും ആരാധിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യരെ കള്ളക്കഥകൾ പറഞ്ഞ് കള്ളക്കഥകളിൽ കൂടി ചതിവഞ്ചന ചെയ്യാൻ ആരാണ് തീർമാനിച്ചത്? മനുഷ്യവംശങ്ങളോടും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പല രൂപാലകൾ ചെയ്യാൻ വേണ്ടി ജാതി മത ആക്രമങ്ങൾ ചെയ്യാൻ ആരാണ് പറഞ്ഞത് എന്ന് മതപണ്ഡിതന്മാരോടും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരോടും ചോദിക്കുക. എത്ര കോടി പണം ചെലവുള്ള അമ്പലങ്ങളും കാവുകളും ബുദ്ധാരാധനകളും മന്ദിരങ്ങളും മക്ബറകളും പള്ളികളും മദ്രസകളും ചർച്ചുകളും കുരിശ് ഗോപുരങ്ങളും കുരിശി പള്ളികളുമാണ്. ഇവകളിൽ എന്താണ് നടക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസത്തെ പല വിഗ്രഹ രൂപാരാധനകളാണ്. ഇത്രയും മതദേവാലയങ്ങളിലാണ് മനുഷ്യരുടെ ശത്രുക്കളായ ഭൂതപ്പേ മായാമോഹിനി പിശാചുക്കളെ വളർത്തുന്നത്. പല മത പണ്ഡിതന്മാർ മനുഷ്യവംശങ്ങളെ മാറ്റുമാരണം ചെയ്ത് ചതിക്കാൻ വേണ്ടിയാണ്. എത്ര കോടി മനുഷ്യരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും തെണ്ടി നടക്കുന്നവർ, കിടക്കാൻ ഇടമില്ലാതെ ചുറ്റി നടക്കുന്നവർ മതപണ്ഡിതന്മാരുടെ സമുദായ ഗോത്രവർഗ സ്നേഹം മനുഷ്യരെ ചതിവഞ്ചന ചെയ്യാനാണ്. മതപണ്ഡിതന്മാരുടെ ചിരിച്ചു കളിച്ചു ആത്മാർത്ഥതയുടെയും പേരുകൾ പറഞ്ഞ് അന്ധവിശ്വാസത്തിൽ കൂടി ആത്മാർത്ഥയുടെ ചതിവഞ്ചന ചെയ്ത് പുലിയുടെ കൂട്ടിലേക്ക് ഇരയാക്കി ജീവനുള്ള മൃഗങ്ങളെ ഇട്ടുകൊടുക്കുന്നത് പോലെ വിശന്ന് കിടക്കുന്ന പട്ടിയുടെ കാട്ടിൽക്കൂട്ടിലേക്ക് കോഴിയെ ഇട്ടുകൊടുക്കുന്നത് പോലെയും വല്ലാക്കാട് മാട് ഒട്ടകങ്ങളെ ചിരിച്ച് അറക്കുന്നത് പോലെയും പൂച്ചയുടെ മുന്നിലേക്ക് എലിയെ പിടിച്ചിട്ട് കൊടുക്കുന്നത് പോലെയും മതപണ്ഡിതന്മാർ സേവിച്ച് വളർത്തുന്ന പിശാചുക്കൾക്ക് മനുഷ്യനെ ഇരയാക്കി കൊടുക്കുകയാണ്. മതപണ്ഡിതന്മാരുടെയും പിശാചുക്കളുടെയും ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആരാധന പ്രാർത്ഥനാ പ്രവൃത്തികൾ സത്യം ഉപദേശം ചെയ്യണം. മതപണ്ഡിതന്മാർ എല്ലാ കളവുകളും കള്ളക്കഥകളും തന്ത്രമന്ത്രങ്ങളും ഉപയോഗിച്ച് സത്യമുപദേശം ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാ ചതിവഞ്ചനകളും അക്രമങ്ങളും ചെയ്യും. മതപണ്ഡിതന്മാരെ ഭയന്നുകൊണ്ട് സത്യോപദേശം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. വലിയ നിന്നിട്ടവസരത്തിൽ നിന്നോട് സത്യോപദേശം ചെയ്യാൻ പറഞ്ഞത് കേൾക്കാതെ പല മതപണ്ഡിതന്മാർ പറയുന്നത് കേട്ട് പല രൂപാന്തരങ്ങൾ ചെയ്തും പ്രത്യേകമായും തങ്ങൾ മൗര്യകൾ പറയുന്നത് പോലെ 100 വർഷത്തേക്കുള്ളതും പ്രത്യേകമായും 300 വർഷത്തേക്കുള്ളതും കൂടുതലുമായും 3 പ്രാവശ്യം ചെയ്തു. മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിച്ചതല്ല, നിന്നെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ചില്ലേ? നീ ചെയ്തത് തെറ്റാണെന്ന് നീ പല മതപണ്ഡിതന്മാർ പല രൂപാന്തരം ചെയ്യിപ്പിക്കുന്നത് തെറ്റാണെന്നും തെളിവുകളോടെ പഠിപ്പിച്ചു. പല രൂപങ്ങളെ ആരാധിപ്പിക്കുന്നതിന് പകരം പല രൂപങ്ങളെ ആരാധിച്ചതിന് പകരം പല രൂപങ്ങളെ കൊണ്ട് ശിക്ഷകൾ നൽകി
തങ്ങൾ മൗലവികളുടെ പിന്തുവാരത്തിന് നിസ്കരിച്ചതിന് പല ഇനം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കാറ്റവും മൂത്രവും കൂട്ടിത്തളച്ച് മറിയുന്നതും കഠിന ചൂടും ദുർഗന്ധമുള്ള ആസിഡ് വെള്ളത്തിലിട്ട് നിന്നെ കഠിനമായി ശിക്ഷിച്ചു. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നെ സ്തുതിച്ച് വണങ്ങി നമസ്കരിച്ചു. നിന്നെ 10,000 നോമ്പിലും 1000 ദിവസവും 1000 കഠിന ശിക്ഷകളോടെ സത്യം പഠിപ്പിച്ചു. അതിൽ ഒരു ശിക്ഷയാണ് ഇവകൾ. പല മതരൂപാരണം ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക എന്ന് നിന്നെ തെളിവുകളോടെ അനുഭവത്തിൽ പഠിപ്പിച്ചുകൊണ്ടാണ് സത്യ ഉപദേശം ചെയ്യിപ്പിക്കുന്നത്. മതപണ്ഡിതന്മാർ എന്നെ കളിയാക്കി പുച്ഛിച്ച് ധിക്കരിച്ചുകൊണ്ടാണ് പല മതരൂപാരണം ചെയ്യിപ്പിക്കുന്നത്. മതപണ്ഡിതന്മാരുടെ ആവശ്യം ജോലികൾ ചെയ്യാതെയും അധ്വാനിക്കാതെയും കാറ്റും വെയിലും കൊള്ളാതെയും സുഖമായി ജീവിക്കലാണ്. അതിനു വേണ്ടി മനുഷ്യരെ പല കളവുകളും പറഞ്ഞ് ഭൂതപ്പെ പിശാചുക്കളെ കൊണ്ട് മാട്ടുമാരണം ചെയ്ത് ചതിക്കുകയാണ്. മനുഷ്യരോട് പറയുക, മതപണ്ഡിതന്മാരുടെ കള്ളക്കഥകൾ കേട്ട് ഗ്രന്ഥങ്ങൾ പഠിച്ചും ജാതി മത വ്യക്തി വൈരാഗ്യത്തിൽ പല രൂപാനം ചെയ്യാൻ വേണ്ടിയും സ്വന്തം സഹോദര സഹോദരികളെ കൊള്ളയും കൊലയും ചെയ്യരുത് എന്ന് പറയുക. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനുമായി ഈ പ്രപഞ്ച ശക്തിനെ മാത്രം സ്തുതിച്ച് നമസ്കരിക്കാൻ പറയുക. പ്രത്യേകമായും മുസ്ലിങ്ങളുടെ പേരുകൾ പറഞ്ഞ് തങ്ങൾ മൗലവികൾ പല ഇനങ്ങളുടെ എല്ലും പല്ലും നഖവും രോമവും കൊണ്ടുവന്ന് 1500 കൊല്ലം മുമ്പ് അറബ് നാട്ടിൽ മരണപ്പെട്ട നബിയുടേതാണെന്ന് പറഞ്ഞ് പല കള്ളക്കഥകളും ചതിവഞ്ചനം ചെയ്യുന്നു. ഇത്രയും ഇനങ്ങൾ മുക്കിയ വെള്ളം കുടിച്ചാൽ രോഗം മാറും, നബിയുടെ ശഫാഅത്ത് ലഭിക്കും, നബിയെ കാണും എന്നും മറ്റും 1000 കള്ളക്കഥകളിൽ കൂടി ഇത്തരം ഇനങ്ങളെ ആരാധിപ്പിക്കുന്നു. അവകൾ മുക്കിയ വെള്ളം കൊടുക്കുന്നു. ഇത്തരം ഇനങ്ങൾ നബിയുടെ ഇതാണെന്ന് പറയുന്നത് നബിയുടെയാണോ എന്ന് നല്ലവണ്ണം പരിശോധിക്കാൻ പറയുക. തങ്ങൾ മൗലികൾ പറയുന്നത് അവരുടെ നബിക്ക് നിഴലില്ല, പ്രകാശമാണ് എന്നാണ്. നബിക്ക് നിഴലില്ലെങ്കിൽ നബിയുടെ ശരീരത്തിലുള്ള എല്ലിനും പല്ലിനും നഖത്തിനും രോമത്തിനും മറ്റു ഇനങ്ങൾക്കും നിഴലുണ്ടാവാൻ പാടില്ല. ഇവകളെല്ലാം പ്രകാശമുള്ളതായിരിക്കണം. തങ്ങൾ മൗലികൾ പറയുന്നത് പോലെ അവർ പറയുന്ന നബിയുടേതാണോ എന്ന് ആണെന്ന് പറയുന്ന ഇനങ്ങളിൽ നല്ലവണ്ണം പരിശോധിക്കാൻ പറയുക. തങ്ങൾ മൗലവികൾ പറയുന്ന കള്ളക്കഥകളും സംസാരങ്ങളും കേട്ട് വിഡ്ഢികളും ഭ്രാന്തകന്മാരുമായി ഭ്രാന്ത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ പറയുക. തങ്ങൾ മൗലവികൾ പറയുന്നത് പോലെ അറിയാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ദോഷങ്ങളെ നല്ലപോലെ നോക്കി മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മനുഷ്യാംശങ്ങളുടെ ഭൂമി ലോകത്തെ ജീവിതം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് ഇത്. ഇത്തരം ജീവിതം മനുഷ്യാംശങ്ങൾക്ക് മരണശേഷം കാലാകാലം വരെ ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കാനാണ്. ഇത്രയും ആവശ്യങ്ങൾ ഇത്രയും മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇത്രയും രൂപാന്തരം ചെയ്താൽ ലഭിക്കുകയില്ല. പ്രത്യേകമായും തങ്ങൾ മൗലികൾ പറയുന്നത് പോലെ ചെയ്താലും ഇഹലോകത്തും പരലോകത്തും ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. കഠിനമായ ശിക്ഷയാണ് പ്രതിഫലം ലഭിക്കുക. പല മതപണ്ഡിതന്മാരിൽപ്പെട്ടതായ സ്വാമി പൂജാരികളും അച്ഛൻ പുരോഹിതന്മാരും തങ്ങൾ മൗലവികളും എന്താണ് ചെയ്തു പഠിപ്പിക്കുന്നത്? സർവശക്തിനെ അള്ളയാക്കിയും ദൈവമാക്കിയും യേശുക്രിസ്തു ദൈവമാക്കിയും പറഞ്ഞ് പ്രേരിപ്പിച്ച 1000 കളവിലും കള്ളക്കഥകളിലും കല്ലുമണ്ണി പേപ്പറിലും മറ്റും ഉണ്ടാക്കിയതും ഒരു കഴിവുമില്ലാത്തതും ഒന്നിനും പറ്റാത്തതുമായ രൂപത്തിലെയാണ് ഇത്രയും ദൈവങ്ങളാക്കി പറഞ്ഞ് ആരാധിപ്പിക്കുന്നത്. മനഃശാന്തിയുടെയും സമാധാനത്തിന്റെയും സങ്കല്പത്തിന്റെയും പേരുകൾ പറഞ്ഞ് വിശ്വാസം രക്ഷിക്കും എന്ന് പറഞ്ഞ് ഇത്രയും രൂപാരാധന ആരാധിപ്പിച്ച് ഇത്രയും
ഇത്രയും രൂപ, ഇത്രയും രൂപസങ്കൽപ്പ, ഇത്രയും ദൈവരൂപ സങ്കല്പത്തിൽ ഈ പ്രപഞ്ചശക്തിയെ ഉപയോഗിച്ച് ഒന്നിനും പറ്റാത്ത രൂപമാക്കി വിശ്വസിപ്പിച്ച് പുച്ഛിച്ച് തള്ളുന്നു. മനസമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പല രൂപാന്തര ചെയ്യിപ്പിക്കുന്നത്, രൂപത്തിന് തിരിയും വിളക്കും കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത്, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ പുണ്യവാന്മാരാകുന്നു. ഹിന്ദു ബുദ്ധ മതസ്ഥരാണെങ്കിൽ പല ഇനങ്ങളുടെ കാഷ്ടം ചുട്ട വെണ്ണീർ കൊണ്ട് പൊട്ടിട്ട് ഹിന്ദു പുരാണ കഥകൾ പഠിച്ചാൽ അവൻ പുണ്യവാനായി എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നു. ക്രിസ്തുവാണെങ്കിൽ കുരിശുരൂപത്തിന്മേൽ തിരികത്തിച്ച് വണങ്ങി ബീറോ ബ്രാൻഡിയോ കുടിച്ച് കുരിശുമാല കഴുത്തിലിട്ടാൽ അവർ ശുദ്ധവരായി. മുസ്ലിമാണെങ്കിൽ മൗലവികളുടെ പിന്തുണത്തിന്മേൽ നിസ്കരിച്ച് കല്ലുമോദൽ കയ്യിലിട്ട് നെറ്റിയിൽ ഒരു തേപ്പുണ്ടാക്കിയാൽ അവർ ശുദ്ധവർ, അവൻ പരിപൂർണ മുസ്ലിമായി. വലിയ തങ്ങളും മൗലവികളുമായി എത്ര ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാനും കഴിവുള്ള വലിയ മാന്യനാകുന്നു. മുസ്ലിം മതത്തിന്റെ പേരിൽ എല്ലാ ദുഷ്ടപ്രവൃത്തികളും ചെയ്യാൻ മാന്യനാകുന്നു. ക്രിസ്തു രൂപത്തിനെ ആരാധിക്കുന്നവൻ ക്രിസ്തു മതത്തിന്റെ പേരിൽ വലിയ മാന്യനായി എല്ലാ ദുഷ്ടപ്രവൃത്തികളും ചെയ്യാൻ തയ്യാറാവുന്നു. വിഗ്രരൂപാന്തരം ചെയ്യുന്ന സ്വാമിയായി ഹിന്ദു ബുദ്ധ മതത്തിന്റെ പേരിൽ എല്ലാ അനീതി അനാചാരങ്ങളും ചെയ്യാൻ തയ്യാറായി. സംഘടനയിൽ വലിയ മാന്യനായി സർവത്ര മനുഷ്യരുടെയും യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനുമായ സർവശക്തിയെ പുച്ഛിച്ചുകൊണ്ടാണ് ആയിരം കള്ളക്കഥകൾ പറഞ്ഞ് ഇത്തരക്കാർ ഉണ്ടാക്കുന്ന മതസംഖ്യയിൽ ചേർത്തി പാവപ്പെട്ട മനുഷ്യരെ ഇത്തരം രൂപ ചെയ്യിപ്പിച്ച് എല്ലാ നീതി അനാചാരക്രമങ്ങളും നേതാവാക്കി മാറ്റുന്നു. തങ്ങൾ മൗലവികൾ മക്കാരുടെ ഉദ്ധാരണത്തിനെ ആരാധിക്കുന്നു. സാധാരണക്കാരെ കൊണ്ട് മൗലവികളുടെ പിന്തുണത്തിനെയും ഇത്രയും ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാൻ മൗലവികൾക്ക് നേതാവാക്കി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊള്ളയും കൊലയും അടക്കം എല്ലാ പാപദോഷങ്ങളും ചെയ്ത കൊള്ളക്കാരനെയാണ് നബിയാക്കി പറയുന്നത്. അച്ഛൻ പുരോഹിതന്മാരുടെ നേതാവ് ദൈവം യൂറോപ്പിലും അന്തോക്കിലുമെല്ലാം കൊള്ളയും കൊലയും പരാക്രമവും ചെയ്തവരാണ്. സ്വാമി പൂജാരികളുടെ നേതാവ് മക്കയിലും ബുദ്ധാരാധനത്തിൽ നഗ്നതയായി ബുദ്ധാരാധന ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് പല പരാക്രമങ്ങളും ചെയ്തവരെയാണ് സ്വാമി പൂജാരികൾ ആരാധിക്കുന്ന ദൈവ വിഗ്രഹത്തിൽ സർവശക്തൻ ജന്മമെടുത്തു എന്ന് പറഞ്ഞ് സർവശക്തിയെ പൂജിക്കുന്നു. അച്ഛൻ പുരോഹിതന്മാർ കുരിശുരൂപത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു, കുരിശുരൂപത്തിൽ പിഴഞ്ഞു മരിച്ച യേശു ദൈവം സർവശക്തൻ മറിയിൽ കൂടി ജനിച്ചതാണ്, മറിയെ പ്രസവിച്ചു വളർത്തിയതാണ് എന്നും മറ്റും പല കഥകളും പറഞ്ഞ് സർവശക്തിയെ പുച്ഛിച്ച് കുരിശുരൂപാധാനം ചെയ്യിക്കുന്നു. തങ്ങൾ മൗലവികൾ മക്കയിലെ കൊള്ളക്കാരനെ അള്ള നബിയാക്കി നബിയുടെ ബിന്ദുവാരത്തിൽ നിസ്കരിക്കാൻ അള്ള പഠിപ്പിച്ചതാണ്, നബി ചെയ്തതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് മൗലവികളുടെ ബിന്ദുവാരത്തിൽ മേൽ നിസ്കാരം ചെയ്യിപ്പിക്കുന്നു. എല്ലാവരും നിസ്കാരക്കാരാണ്. വിഗ്രഹരൂപത്തിനും കുരിശുരൂപത്തിനും മൗലവികളുടെ ബിന്ദുവാരത്തിനും നായ, പന്നി, മറ്റു പല മൃഗങ്ങളെയും ഇടജന്തുക്കളെയും പറവകളെയും മറ്റു പലരെയും നിസ്കരിപ്പിച്ചുകൊണ്ടാണ് വലിയ മാന്യന്മാരായി സർവശക്തിനെ പുച്ഛിച്ച് നിഷേധിച്ചു തള്ളുന്ന നായ, പന്നി പോലെയുള്ള മൃഗങ്ങളെ പോലും ഇത്രയും രൂപങ്ങളെയും ബിന്ദുവാരത്തിനെയും ആരാധിക്കുകയില്ല. നായ, പന്നി പോലെയുള്ള മൃഗങ്ങൾ പോലും മനുഷ്യർ ചെയ്യുന്ന ഇത്രയും ദുഷ്ടപ്രകൃതിയിൽപ്പെട്ട ഇത്രയും രൂപങ്ങളെയും ബിന്ദുവാരത്തിനെയും ആരാധിക്കുകയില്ല. മൃഗങ്ങൾ പോലും ചെയ്യാത്ത ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് വലിയ മാന്യന്മാരാകുന്നത്. സർവശക്തിയെ പുച്ഛിച്ചു തള്ളി മനുഷ്യർ സത്യത്തിൽ നിസ്കരിച്ച് ആരാധിക്കേണ്ടത് മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും ഈ പ്രപഞ്ച പ്രകൃതി ശക്തിയായാണ്. അവൻ ചെയ്തു തന്ന ഗുണത്തിന് അവന് നന്ദി പറഞ്ഞ് സ്തുതിച്ചു വഴങ്ങാതെ പല നാട്ടിലെ കൊള്ളക്കാരെയും കൊലകാരെയും നേതാക്കളും ദൈവങ്ങളും ദൈവദൂതന്മാരും ദൈവപുത്രന്മാരും അല്ലാ നബിമുകളുമാക്കി പറഞ്ഞ് അത്രക്കാരെ
പുകഴ്ത്തിയും വിഗ്രഹരൂപത്തിലെയും ഗുരുരൂപത്തിലെയും മക്കാരുടെ ബുദ്ധഗോപുരത്തെയും മണ്ണിന്റെ വരികളെയും ആരാധിപ്പിക്കുന്നു. സർവശക്തനെ നിഷേധിച്ച് പുച്ഛിച്ച് തള്ളുന്നു. മനുഷ്യരെ ഒരു കഴിവുമില്ലാത്തതും ഒന്നിനും പറ്റാത്ത രൂപത്തിനെ ആരാധിപ്പിച്ചുകൊണ്ട് പല സമുദായ ഗോത്രവർഗ സംഘടനയുണ്ടാക്കി ജാതി മത വ്യക്തിവൈരാഗ്യം പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം സഹോദര സഹോദരികളെ കൊള്ളയും കൊലയും ചെയ്ത് രസിപ്പിക്കുന്നു. മതപണ്ഡിതന്മാരുടെ ദുഷ്ടപ്രവൃത്തി ദുഷ്ട വ്യക്തി വൈരാഗ്യത്തിൽ മതപണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നു. ദുഷ്ടതകൾ പഠിച്ച് ദുഷ്ടന്മാരായിക്കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ആസകലം ജാതി മതാക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് ജാതി മത വ്യക്തി വൈരാഗ്യത്തിൽ കൊള്ളയും കൊലയും ചെയ്യിപ്പിച്ച് മനുഷ്യരുടെ രക്തം മാംസവും മതപണ്ഡിതന്മാർ സേവിച്ച് ആരാധിച്ച് വളർത്തുന്ന ഭൂതപ്പിശാചുകൾക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. മതപണ്ഡിതന്മാർ ദേവാലയങ്ങളിൽ വളർത്തുന്ന ഭൂതപ്പിശാചുകൾക്ക് മനുഷ്യരക്തം കൊടുക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ കൊണ്ട് ജാതി മത വ്യക്തി വൈരാഗ്യത്തിൽ സ്വന്തം സഹോദര സഹോദരികളെ കൊള്ളയും കൊലയും ചെയ്യിപ്പിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പല മതപണ്ഡിതന്മാരാക്കി പാവപ്പെട്ട മനുഷ്യരെ പല മത സംഘാടകരാക്കി ഒരു സംഘം സാമ്യ പൂജാരികൾ ബുദ്ധ വിഗ്രഹ രൂപത്തിലെയും ഒരു സംഘം കുരിശു രൂപത്തിലെയും ഒരു സംഘം ഉദ്ധാരത്തിലെയും മണ്ണിന്റെ വരികളെയും ഊരുകൾ പിന്ദ്വാരത്തിലെയും മുൻദ്വാരത്തിലെയും ആരാധിപ്പിച്ച് ജോലികൾ ചെയ്യാതെ പാവപ്പെട്ടവർ ജോലികൾ ചെയ്ത പണം മേടിച്ച് സുഖസന്തോഷത്തോടെ കാറ്റും വെയിലും മഴയും കൊള്ളാതെയും അധ്വാനിക്കാതെയും ജീവിക്കുന്നു. പാവപ്പെട്ടവർ ഇത്തരം ദുഷ്ട പണ്ഡിതന്മാർ